പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഉഷാസ് അക്കൗണ്ടിങ് സ്കൂളിലേക്ക് സ്വാഗതം. അതായത് നാളെ എല്ലാവർക്കും അക്കൗണ്ടൻസി എക്സാമാണ്. അപ്പം അക്കൗണ്ടൻസി എക്സാമിന് ഉണ്ടാകുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ഒരു പുതിയ പാർട്ട്ണറെ ഒരു ഫേമിലേക്ക് ചേർക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ, അത് ഞാൻ നിങ്ങൾക്ക് ഒരു കണക്കിൽ കൂടി ഇത് മനസ്സിലാക്കി തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാലൻസ് ഷീറ്റും ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമാണ്, നിങ്ങൾക്ക് എപ്പോഴും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളുമാണ് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ തരുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ എപ്പോഴും പുതിയ ആളെ ചേർത്തപ്പോൾ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലും അതുപോലെ തന്നെ അയാൾ കൊണ്ടുവന്ന ഗുഡ്വില്ലും ഉണ്ടാകും. അപ്പോൾ ഈ ഗുഡ്വില്ല് നമുക്ക് മിക്കവാറും ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫേമിൻ്റെ ഗുഡ്വില്ലാണ് മക്കൾക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ അയാളുടെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. ഫേമിൻ്റെ ഗുഡ്വിൽ എത്രയാണോ അത് ഇൻറ്റു പുതിയ ആളുടെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം ആ ഗുഡ്വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് അത് വീതിച്ച് കൊടുക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓൾഡ് മൈനസ് ന്യൂ ആണ്. ഇനി ന്യൂ റേഷ്യോ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് പുതിയത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ നിൽക്കണ്ട. നമ്മൾ കണ്ടാലും നമുക്ക് പഴയ റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കും, എങ്കിൽ മാത്രം നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടാൽ മതി. അല്ലെങ്കിൽ ആ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാകും, അതിനുശേഷമാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം നമുക്ക് തന്നേക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. ക്യാഷ് അറ്റ് ബാങ്കും റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. റീവാലുവേഷൻ അക്കൗണ്ട് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു പാർട്ട്ണറെ ചേർക്കുമ്പോൾ ഫേമിൻ്റെ അസറ്റും ലയബിലിറ്റീസിലും വ്യത്യാസം ഉണ്ടാകും. ഈ ബാലൻസ് ഷീറ്റ് തരുന്ന വാല്യൂ ആണ് പണ്ടത്തെ വാല്യൂ. അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന വാല്യൂ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ്, ഇപ്പോഴത്തെ വിലയാണ്. ഇപ്പോഴത്തെ വിലയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താണ് നമ്മൾ ചേഞ്ചസ് എഴുതുന്നത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ചേഞ്ചസ് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് അസറ്റും ലയബിലിറ്റിയും കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് എഴുതുന്നത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഫസ്റ്റ് ഐറ്റം അത് നമുക്ക് വരില്ല. ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ഐറ്റം, അതും ബാലൻസ് ഷീറ്റിലേ വരുള്ളൂ, അത് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. പിന്നെ നമുക്ക് തന്നേക്കുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് നമുക്ക് 60,000 ആണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നാലാമത്തെ ഡി എന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് തന്നേക്കുന്നത് 60,000 ആണ്. ഇതിൻ്റെ 5% ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, റീവാലുവേഷൻ അക്കൗണ്ടിൽ ലയബിലിറ്റി കൂടുന്നത് എപ്പോഴും റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ ഇവിടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തേക്കാണ്. ഈ 5% ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് സമയം കളയണ്ട. 10% ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന 60,000ന്റെ ഒരു ഡിജിറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് 10% ആണ്. അതിന്റെ ഹാഫ് ആയിരിക്കും 5% നമുക്ക് കിട്ടുന്നത്. അപ്പൊ 60,000 ആണ് നമുക്ക് ഡെപ്റ്റേഴ്സ് തന്നിരിക്കുന്നത്. അതിന്റെ 5% എന്ന് പറയും എന്ത് വരും? 3,000. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം ലയബിലിറ്റി കൂടുന്നത് കൊണ്ട് നമ്മൾ ഇപ്പുറത്ത് എഴുതാം ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 3,000 നമ്മൾ ഇപ്പുറത്ത് എഴുതും. ലയബിലിറ്റി കൂടി. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 40,000 ആണ് ബാലൻസ് ഷീറ്റിൽ. അതായത് പുതിയ ആളെ ചേർക്കുന്നതിന് മുൻപുള്ള വാല്യൂ ആണ് 40,000. ഇപ്പൊ സി എന്ന ആളെ പുതിയതായിട്ട് ചേർത്തപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് സി എന്ന അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നേക്കാണ്. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ ₹4,000. ഓർത്ത് വയ്ക്കാം, എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഓവർ വാല്യൂ അണ്ടർ വാല്യൂ. അപ്പോൾ ഓർത്ത് വെക്കേണ്ടതാ ഇത്രേ ഉള്ളൂ. ഓവർ വാല്യൂ, സ്റ്റോക്ക് ഓവർ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഡിക്രീ, അപ്പൊ സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും അസറ്റ് കുറയുമ്പോൾ ഇപ്പുറത്തല്ലേ വരുന്നേ.
അപ്പൊ ടു സ്റ്റോക്ക്. അപ്പൊ ഓവർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആയിട്ട് എഴുതണം, അത്രേ ഉള്ളൂ. അത് നമുക്ക് തന്നിരിക്കുന്നത് ബൈ റുപ്പീസ് എന്നാണ് മക്കൾക്ക് തന്നിരിക്കുന്നത്. ബൈ റുപ്പീസ് എന്ന് തന്നാൽ നമ്മൾ തന്നിരിക്കുന്ന ആ എമൗണ്ട് അതുപോലെ തന്നെ എഴുതണം. അപ്പോൾ ആ 4000 രൂപയാണ് നമ്മളിവിടെ ഡിക്രീസ് ചെയ്ത എമൗണ്ട് നമ്മൾ സ്റ്റോക്കിൽ കാണിക്കുന്നത്. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് അടുത്തത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നേക്കുന്ന പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ വാല്യൂ 1 lakh ആണ് ബാലൻസ് ഷീറ്റില്. അഡ്ജസ്റ്റ്മെന്റിൽ ബി അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറയാണ് പ്ലാന്റ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് ടു റുപ്പീസ് 1,20,000. 2 rupees എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1,20,000 ആയിട്ട് ആണ് കൂടിയാക്കണത്. ബാലൻസ് ഷീറ്റിൽ 1 lakhും ഇവിടെ 1,20,000 ആണ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞേക്കണേ. അപ്പൊ 2 rupees at rupees എന്നൊക്കെ പറഞ്ഞ നമ്മൾ അതിന്റെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ആ അത്രയും രൂപ കൂടി. അപ്പൊ പ്ലാന്റിന്റെ വാല്യൂ ഒരു 20,000 ഇൻക്രീസ് ചെയ്തു, അപ്രീസിയേറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം പ്ലാന്റ്. അസറ്റ് കൂടുമ്പോൾ ഇപ്പുറത്താണ് എഴുതുന്നത്. പ്ലാന്റ് എന്ന് പറഞ്ഞ് കൂടിയേക്കണ എമൗണ്ട്. ഞാൻ പറഞ്ഞിരുന്നു റീവാലുവേഷൻ അക്കൗണ്ടിൽ ചേഞ്ചസ് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ 20,000 രൂപയാണ് അവിടെ കൂടിയേക്കണത്, അതാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് തന്നേക്കുന്നത് ബാലൻസ് ഷീറ്റിൽ അടുത്ത ഐറ്റം ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ബിൽഡിംഗ് നമുക്ക് പറഞ്ഞേക്കുന്നത് ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1,50,000 ആണ് ബിൽഡിങ്ങിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റ് മാറ്റിയാൽ മതി. അപ്പൊ 15,000 അത് ഇൻക്രീസ് ചെയ്തത് കൊണ്ട് നമ്മൾ ഇവിടെ എഴുതും ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കാം. ആ ഇൻക്രീസ് ചെയ്തേക്കുന്നത് 15,000 ആണ്. അപ്പൊ നമ്മൾ അത് അവിടെ എഴുതി. ഇനി നമുക്ക് അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ എല്ലാ ഐറ്റവും കഴിഞ്ഞു. ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ഐറ്റം നമുക്ക് തന്നേക്കുന്ന ബിൽസ് പേയബിൾ ആണ്. ഈ ബിൽസ് പേയബിളിന് അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, നമുക്ക് ചേഞ്ചസ് മാത്രമേ എഴുതാവൂ. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ബാലൻസ് ഷീറ്റിൽ ഒരു 58,000 ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ₹1,000 എന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത ഒരു ക്രെഡിറ്ററാ 1,000 രൂപ കൊടുക്കാനുള്ള ഒരാളുടെ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഇല്ലാത്തത് അഡ്ജസ്റ്റ്മെന്റ് തന്നേക്കാണ്. എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് തരുന്നത് എപ്പോഴും അൺറെക്കോർഡഡ് ആണ്. അൺറെക്കോർഡഡ് എപ്പോഴും ഇൻക്രീസ് ആണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അൺറെക്കോർഡഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൂടി. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ 2 ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 1,000 rupees നമ്മൾ ഇവിടെ കൊടുക്കും. അത്രയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് ബാലൻസ് ഷീറ്റിൽ തന്നേക്കുന്നത്. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഇതൊരു എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്, CBSE ടെക്സ്റ്റ് ആണ്, അത് സ്റ്റേറ്റിലെ കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ എഴുതി. ഇനി നമ്മൾ അത് ബാലൻസ് ചെയ്യാണ്. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പൊ നമുക്ക് 35,000 ഈ സൈഡ് കിട്ടും. ഈ സൈഡില് 8,000. അപ്പൊ നമുക്ക് 35,000 നമുക്ക് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ കിട്ടി. ഡെബിറ്റ് സൈഡ് നമുക്ക് 8,000 ആണ് കിട്ടുന്നത്. അത് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 27,000 ബാലൻസ് കിട്ടും. അപ്പൊ നമ്മൾ കുറവുള്ള സൈഡിലാണ് എപ്പോഴും ബാലൻസ് എഴുതുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതാം ബാലൻസ് CD എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ബാലൻസ് നമ്മൾ അവിടെ കൊടുക്കും. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് എപ്പോഴും ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കുന്നത്. അതായത് ആ ബാലൻസ് നമുക്ക് തന്നേക്കുന്ന ബാലൻസ് ഷീറ്റിൽ ആരൊക്കെ ഉണ്ടോ അവർക്കാണ് ഇതിന്റെ ബാലൻസ് കൊടുക്കുന്നത്. അപ്പൊ നാളെ പരീക്ഷയ്ക്ക് അത് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തത് ആർക്കാണെന്ന്. പുതിയ ആൾക്കില്ല, ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം. നമുക്കിവിടെ Aയും Bയും ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നത് 2:1 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 27,000 ഇൻറ്റു എന്ത് ചെയ്യണം? 2:1 എന്ന് പറഞ്ഞാൽ 2/3 ആദ്യത്തെ ആൾക്ക്. അപ്പൊ എന്ത് കിട്ടും? 18,000 കിട്ടും. എക്ക് 18,000ഉം അപ്പൊ ബിക്ക് അതിന്റെ ബാക്കി എത്ര ഉണ്ടാകും? 9,000. അങ്ങനെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു. അത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തു.
ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്യാപിറ്റൽ വെച്ചാണ്. പഴയവരുടെ ബാലൻസ് നമുക്ക് ഉണ്ടാവും ക്വസ്റ്റ്യനിൽ, അത് വെച്ചാണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഓൾവേസ് ഷോ ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതാം ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാൽ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും. എയുടെ നമുക്ക് 1,80,000, ബിയുടെ 1,50,000. 1,80,000 1,50,000 ആണ് രണ്ടുപേരുടെയും ക്യാപിറ്റൽ നമുക്ക് തന്നേക്കുന്നത്. അത് നമ്മൾ രണ്ടുപേരുടെയും ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് എഴുതി. ഇനി പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിലുണ്ട് 10,000 rupees ആണ് സി കൊണ്ടുവന്നേക്കുന്നത്. അത് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് വേണം എഴുതാനായിട്ട്. സി കൊണ്ടുവന്നിരിക്കുന്ന എമൗണ്ട് 1,00,000 rupees ആണ് ക്യാപിറ്റൽ. അപ്പൊ നമ്മളത് സിയുടെ കോളത്തിൽ അത് ആ 1,00,000 നമ്മൾ എഴുതും. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഗുഡ്വില്ല. നമ്മൾ പറഞ്ഞിരുന്ന ഒരാൾ പുതിയതായിട്ട് വരുമ്പോൾ അയാളോട് ഗുഡ്വിൽ ആവശ്യപ്പെടും പഴയവര്. അത് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ പഴയവർ വീതിച്ചെടുക്കുകയും ചെയ്യാം. ഈ ഗുഡ്വിൽ തരുമ്പോൾ ക്വസ്റ്റ്യനില്ല ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ അയാളുടെ ഷെയർ ആദ്യമേ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം വീതിക്കാനായിട്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഗുഡ്വില്ല ഹിസ് ഷെയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ₹60,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വില്ല ഫോർ 1/4 ഷെയർ. 4 രൂപ കിട്ടിയാൽ 1 രൂപ നിനക്ക് തരാം എന്ന കണ്ടീഷനില് സിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗുഡ്വില്ല 60,000 ആണ്. അപ്പൊ നമ്മൾ ആ 60,000 ആണ് ഇവിടെ വീതിച്ചു കൊടുക്കുന്നത്. അത് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ന് എഴുതാം. ഇനിയിപ്പോ നിങ്ങൾ ഗുഡ്വിൽ എന്ന് എഴുതിയെന്ന് ഓർത്ത് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കില്ല. പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്നോ അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് മാത്രമോ നമുക്ക് എഴുതാം. അത് വീതിച്ച് കൊടുക്കുമ്പോൾ 60,000 രൂപയാണ് അയാൾ ഗുഡ്വിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇതും നമ്മൾ ആ റേഷ്യോ, അതായത് 2:1 സാക്രിഫൈസിംഗ് റേഷ്യോ ആണ്. അത് ന്യൂറേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ പുതിയത് തന്നിട്ടില്ല. തന്നാൽ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചാലും നമുക്ക് ഇത് തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ ആണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ആദ്യത്തെ ആക്ക് 40,000, രണ്ടാമത്തെ ആക്ക് 20,000. അങ്ങനെ നമ്മൾ ആ ഗുഡ്വില് വീതിച്ചു കൊടുത്തു. ഇനി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് വീതിച്ചു കൊടുക്കണം. റീവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എക്ക് കിട്ടിയിരിക്കുന്നത് 18,000, ബിക്ക് കിട്ടിയിരിക്കുന്നത് 9,000. അപ്പൊ രണ്ടുപേരുടെ നമ്മളത് അവരുടെ കോളത്തിലേക്ക് നമ്മൾ വീതിച്ചെഴുതി. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഐറ്റം ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസോ ജനറൽ റിസർവോ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീതിക്കണം. അപ്പൊ ലയബിലിറ്റി സൈഡിൽ ഏതൊക്കെയാ വീതിക്കണ്ടേ? അതായത് ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതണം. ഈ ക്വസ്റ്റ്യനിൽ അതില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. ഇനി അസറ്റ് സൈഡിലും തരാം. അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് മക്കൾക്ക് തരാം. അത് ലോസ് ആണ്. തലേ വർഷങ്ങളിലെ ലോസ് വീതിക്കാതെ കിടക്കുമ്പോഴാണ് നമുക്ക് അസറ്റ് സൈഡിൽ തരുന്നത്. അസറ്റ് സൈഡിൽ നമുക്ക് തന്നാൽ നമ്മളത് ഇപ്പുറത്താണ് എഴുതുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്ര ഐറ്റം ആണ് നമുക്കിപ്പോൾ ഇതിൽ എഴുതാനുള്ളൂ. ഇനി നമ്മളത് ബാലൻസ് ചെയ്യും. 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ സി കൊണ്ടുവന്ന 1,00,000 മാത്രമേ അത് മാത്രമേ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളൂ. ഇവിടെ 15 നമ്മൾ കൂട്ടി എഴുതാം. അപ്പോൾ 2,15,1,50,000 നമ്മൾ നിങ്ങൾ കൂട്ടി ബാലൻസ് ചെയ്തോളണം കേട്ടോ. ബാലൻസ് നിങ്ങൾ ചെയ്ത് എഴുതാം. 3 പേരുടെ ബാലൻസ് കൂട്ടി എഴുതിയിട്ട് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതിക്കോളണം. അപ്പൊ ബാലൻസ് ചെയ്യാത്തത് ഇനി ബാലൻസ് ഷീറ്റ് കൂടി പറഞ്ഞു തരാന്ന് ഓർത്താ ബാലൻസ് ഞാൻ കൂട്ടി എഴുതാത്തത്. ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റും കൂടി പറഞ്ഞു തരാം. അതായത് ബാലൻസ് ഷീറ്റ് ഒരു എളുപ്പ വഴിയുണ്ട്, തെറ്റിക്കാതെ ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് ബാലൻസ് ഷീറ്റ് ചെയ്യാനായിട്ട്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് തന്നേക്കണ ബിൽസ് പേയബിൾ, ആ ബിൽസ് പേയബിളിന് മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളത് അതുപോലെ തന്നെ അവിടേക്ക് അങ്ങോട്ട് എഴുതാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കണ ബിൽസ് പേയബിൾ 10,000 ആണ്, അതിന് മാറ്റമില്ല. അത് നമ്മൾ അവിടെ അതുപോലെ തന്നെ എഴുതി.
അടുത്ത ഐറ്റം ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാലൻസ് ഷീറ്റിലുള്ള ക്രെഡിറ്റേഴ്സ് ആണ്. ഇനി മക്കൾ നോക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ആ ഐറ്റം ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റിലാണ് ക്രെഡിറ്റേഴ്സ്. റീവാലുവേഷൻ അക്കൗണ്ടിലും ലെഫ്റ്റ് സൈഡിലാണ് ക്രെഡിറ്റേഴ്സ് കിടക്കുന്നത്. അപ്പൊ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ സെയിം സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സെയിം സൈഡ് ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടത്തെ എമൗണ്ടിന്റെ കൂടെ അത് ആഡ് ചെയ്യും. മനസ്സിലായോ? ബാലൻസ് ഷീറ്റിലെ ക്രെഡിറ്റേഴ്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 58,000 അതുപോലെ തന്നെ ആ 1,000, അപ്പൊ 59,000 കിട്ടും. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് മാറ്റമില്ല, അത് അതുപോലെ തന്നെ എഴുതാം. പിന്നെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് അതുപോലെ തന്നെ എഴുതാം. ക്യാഷ് അറ്റ് ബാങ്ക് എഴുതുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബാങ്ക് ബാലൻസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് പുതിയ ആളുടെ ക്യാപിറ്റലും ഗുഡ്വില്ലും കൂട്ടി എഴുതാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഓരോ അസറ്റും നമ്മൾ എടുക്കുമ്പോൾ മക്കൾ നോക്കേണ്ടത്, ബാലൻസ് ഷീറ്റിലെ എമൗണ്ടിന്റെ കൂടെ സെയിം സൈഡ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. അവിടെയാണ് കുട്ടികൾ തെറ്റിക്കുന്നത്. സെയിം സൈഡ് ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കിടക്കുന്ന ഏതായിട്ടോ നമ്മൾ നോക്കണം. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ അതേ സൈഡിലാണോ നമ്മൾ ആ എമൗണ്ട് എഴുതിയേക്കുന്നത് എങ്കിൽ ബാലൻസ് ഷീറ്റിലെ എമൗണ്ടും റീവാലുവേഷൻ അക്കൗണ്ടിലെ എമൗണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അത് ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് സ്റ്റോക്ക് കിടക്കുന്നത്, റീവാലുവേഷൻ അക്കൗണ്ടില് ഡെബിറ്റിലാണ് സ്റ്റോക്ക്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിലെ എമൗണ്ടിൽ നിന്ന് റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ മൈനസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഒരേപോലെ കിട്ടും രണ്ട് സൈഡും. ഇനി ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്താം കേട്ടോ. നമുക്കത് ചെയ്ത് തീർക്കാൻ നമുക്കത് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ കാൽക്കുലേഷൻ തന്നെ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. അപ്പം ഞാൻ പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പം അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ നോക്കാം. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ അത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ.